ലോകപ്രശസ്ത സാഹിത്യകാരനായ ഗാബ്രിയേൽ ഗാർസിയ മാർക്വേസ് രചിച്ച ബോൺ വോയേജ് മിസ്റ്റർ പ്രസിഡന്റ് എന്ന കഥയുടെ മലയാള പരിഭാഷ. കഥയുടെ സ്വതന്ത്ര പരിഭാഷ നിർവഹിച്ചിരിക്കുന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ വേലായുധൻ. പശ്ചാത്തല സംഗീതം ഋത്വിക് എസ് ചന്ദ്. ആഖ്യാന നിർവഹണം കെ വാസന്തി, കെ വി രാമചന്ദ്രൻ. ശുഭയാത്ര മിസ്റ്റർ പ്രസിഡന്റ്. ഇലകൾ പൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന ശരത്കാലത്തിൽ വിജനമായ പാർക്കിലെ ദാരുനിർമ്മിതമായ ചാരുബെഞ്ചിൽ അയാൾ ഒറ്റയ്ക്കിരുന്നു. ഊന്നുവടിയുടെ അറ്റത്തെ വെള്ളിപ്പിടിയിലെ അരയന്നത്തെ ഇരു കൈകൾ കൊണ്ടും തലോടി വീണ്ടും വീണ്ടും മരണത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ജനീവയിലേക്ക് താൻ ആദ്യം വരുമ്പോൾ ലെമൺ തടാകം നിർമ്മലവും തെളിനീർ നിറഞ്ഞതുമായിരുന്നു. അന്ന് നീർക്കാക്കകൾ കൈകളിൽ നിന്നു തന്നെ കുത്തിപ്പെറുക്കി. ഓർഗണ്ടിയിലെ മായാവസ്ത്രങ്ങൾ ധരിച്ച മധ്യവയസ്കകളായ പൂക്കാരികൾ അന്ന് വർണ്ണക്കുടകൾക്ക് കീഴിലിരുന്ന് കുട്ടികളെപ്പോലെ കലമ്പുകയും ഉച്ചത്തിൽ വഴക്കടിക്കുകയും ചെയ്തു. ഇന്നാകട്ടെ തടാകക്കരയിലുള്ളത് ഒരേ ഒരു പൂക്കാരി മാത്രം. കാലം തൻ്റെ ജീവിതത്തിലെന്ന പോലെ ലോകത്തിനാകെ തന്നെയും എത്ര വലിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നതെന്ന് അയാൾ അത്ഭുതത്തോടെ ഓർത്തു. ഒട്ടേറെ അപരിചിതർ ജീവിക്കുന്ന ആ നഗരത്തിലെ മറ്റൊരപരിചിതൻ മാത്രമാണ് അയാൾ ഇന്ന്. തേച്ചുമിനുക്കിയ കടും നീല സ്യൂട്ട്, ചിത്രപ്പണികളുള്ള പട്ടുകാലുറ, ഒരു റിട്ടയേർഡ് മജിസ്ട്രേറ്റിൻ്റേതുപോലെ തോന്നിക്കുന്ന ചാരനിറമുള്ള തൊപ്പി, ഒരു മസ്കറ്റുകാരൻ എന്ന് തോന്നിപ്പിക്കുന്ന കട്ടിയുള്ള മീശയും മുഖത്തിന് ഒരു റൊമാൻറ്റിക് ഛായ നൽകുന്ന നീലനിറമുള്ള സമൃദ്ധമായ മുടിയും ഒരു വീണാവാദകൻ്റേതുപോലെ തോന്നിക്കുന്ന ദീർഘമായ കൈകളും അയാൾക്കുണ്ടായിരുന്നു. ദീർഘമായ വിധുരതയുടെ നിഴൽ വീണ വിവാഹമോതിരം ഇടതുകൈയിലെ മോതിരവിരലിൽ. തിളങ്ങുന്ന കണ്ണുകൾ, മിനുസം അല്പം മങ്ങിത്തുടങ്ങിയ ചർമ്മം മാത്രമാണ് ആകെ കൂടിയുള്ള അയാളുടെ ആരോഗ്യമുള്ള പ്രകൃതത്തിൽ കാണാവുന്ന പ്രായത്തിൻ്റെ ഒരേ ഒരടയാളം. എങ്കിലും 70കളുടെ ആദ്യാർത്ഥമാണെങ്കിലും എല്ലാ മായക്കാഴ്ചകളെയും തുളഞ്ഞു പോകുന്ന ഒരു സൂക്ഷ്മദർശിത്വവും പ്രൗഢമായ ഒരു ഗാംഭീര്യവും അദ്ദേഹത്തിൻ്റെ മുഖത്ത് സ്ഫുരിച്ചു നിന്നു. അധികാരത്തിൻ്റെ ഉന്മത്തതകളെല്ലാം വെടിഞ്ഞ് ജീവിത സായാഹ്നത്തിലെത്തിയിരിക്കുന്നു എന്ന തിരിച്ചറിവ് പോലെ എന്തോ ഒന്ന്. മർട്ടീനിക്കിലെ ഡോക്ടർമാർക്കൊന്നും കൃത്യമായി ഉത്തരം കണ്ടെത്താനാവാത്ത ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം തേടി 2 ലോകയുദ്ധങ്ങൾക്ക് ശേഷമുള്ള ഒരു ഇടവേളയിലാണ് ഇപ്പോൾ അയാൾ ജനീവയിലെത്തിയിരിക്കുന്നത്. വിശദ പരിശോധനകൾക്കു ശേഷവും അന്തിമ നിഗമനത്തിലെത്താനാവാത്ത ഒട്ടേറെ പരിശോധനകൾ. 2 ആഴ്ചയെന്നത് ഇപ്പോൾ 6 കടന്നിരിക്കുന്നു. ന്യൂറോളജി വിഭാഗത്തിൽ അയാൾ പരിശോധനയ്ക്കെത്തിയ വ്യാഴാഴ്ച രാവിലെ 9 മണിക്കുള്ളിൽ ലിവറിൽ, കിഡ്നിയിൽ, പാൻക്രിയാസിൽ, വൃഷണങ്ങളിൽ ഒക്കെ അവർ ഉത്തരം തേടി. അറിയപ്പെടുന്നവരും അല്ലാത്തവരുമായ ഒട്ടേറെ പരിശോധനകൾ. ന്യൂറോളജി ഓഫീസ് ഒരു സന്യാസിയുടെ മുറി പോലെ തോന്നിച്ചു. ഡോക്ടർ ഒരു ചെറിയ മനുഷ്യൻ, ഒറ്റയാൻ. അയാളുടെ വലതുകൈയിലെ തള്ളവിരലിൽ ഒരു ബാൻഡേജ്. ഡോക്ടർ ഒരു ലൈറ്റ് തെളിച്ചതോടെ സ്ക്രീനിൽ ഒരു സ്പൈനൽ കോളം തെളിഞ്ഞു വന്നു. അയാൾ തൻ്റെ കയ്യിലെ ഒരു ഇൻഡിക്കേറ്റർ കൊണ്ട് അതിൻ്റെ അന്ത്യത്തിലെ 2 കശേരുക്കൾക്കിടയിലുള്ള ഒരു ജംഗ്ഷനിൽ തൊട്ടപ്പോൾ മാത്രമാണ് അത് തൻ്റെ തന്നെ നട്ടലിലെ അവസാന കശേരുക്കൾക്കിടയിലുള്ള ഒരു ജംഗ്ഷറാണെന്ന് പ്രസിഡന്റ് തിരിച്ചറിഞ്ഞത്. താങ്കളുടെ വേദന ഇവിടെയാണ്, ഡോക്ടർ പറഞ്ഞു. എങ്കിലും അയാൾക്ക്, പ്രസിഡന്റിന് അതത്ര ലഘുവായി തോന്നിയില്ല. പലപ്പോഴും അത് അവ്യക്തവും മാറുന്ന ഉറവിടങ്ങളുള്ളതുമായിരുന്നു. ചിലപ്പോൾ
വലതുവശത്തുള്ള അസ്ഥിഖണ്ഡങ്ങളോട് ചേർന്ന്, ചിലപ്പോൾ വയറിൻ്റെ കീഴ്ഭാഗത്ത്, ചിലപ്പോൾ കടുത്ത ഒരു തടസ്സം സൃഷ്ടിച്ച് നാഡീഞരമ്പുകളിൽ എവിടെയോ. ഡോക്ടർ നിശ്ചലമായി അയാളെ തന്നെ നോക്കിയിരുന്നു. അയാളുടെ സൂചിക സ്ക്രീനിലും നിശ്ചലമായി നിന്നു. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും കാലം മറഞ്ഞു നിൽക്കാനായത്. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നു അതിവിടെ തന്നെയാണെന്ന്. അയാൾ ചൂണ്ടുവിരൽ തൻ്റെ കൈപ്പടത്തിലേക്ക് മടക്കി ഇങ്ങനെ ഉപസംഹരിച്ചു. അവസാനം മിസ്റ്റർ പ്രസിഡന്റ്, അതിൻ്റെ ഉറവിടം ഇതുതന്നെയാണ്. അയാളുടെ ക്ലിനിക്കൽ സ്റ്റൈൽ നാടകീയമായിരുന്നു എങ്കിലും വിധി കൃത്യവും സുതാര്യവുമായിരുന്നു. പ്രസിഡന്റ് അപകടകരമല്ലെങ്കിലും അനിവാര്യമായ ഒരു ഓപ്പറേഷന് വിധേയമാകേണ്ടതുണ്ട്. പ്രസിഡന്റ് അതിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് അന്വേഷിച്ചു. പക്ഷേ അയാൾ വഴങ്ങിയില്ല. ഒന്നും ഉറപ്പിച്ച് പറയാനാവില്ല സർ, അയാൾ പറഞ്ഞു. എങ്കിലും അല്പനിമിഷങ്ങൾക്ക് ശേഷം തുടർന്നു. ഓപ്പറേഷനുകൾ എന്നും റിസ്ക് നിറഞ്ഞത് തന്നെയാണ്. ചെറുതും വലുതുമായ പാരാലിസിസിൻ്റെ സാധ്യതകൾ. എങ്കിലും 2 ലോകയുദ്ധങ്ങൾ കൊണ്ടുള്ള ആരോഗ്യരംഗത്തെ വളർച്ചയിൽ ഇപ്പോൾ അതെല്ലാം പഴങ്കഥയായിരിക്കുന്നു. സാരമില്ല മിസ്റ്റർ പ്രസിഡന്റ്, താങ്കൾ ധൈര്യമായിരിക്കുക, ഞങ്ങളെ വിശ്വസിക്കൂ. പക്ഷേ ഒരു കാര്യം, എത്രയും വേഗമാണോ അത്രയും നന്ന്. എന്തായാലും അയാൾക്ക്, പ്രസിഡന്റിന് അതത്ര ഹൃദ്യമായ ഒരു പ്രഭാതമായിരുന്നില്ല. എങ്കിലും ജനാലയിലൂടെ കണ്ട അല്പം തിളക്കമുള്ള സൂര്യപ്രകാശം അയാൾക്ക് അല്പം ആവേശം പകർന്നു. ആശുപത്രി സ്ഥിതി ചെയ്യുന്ന ഷെമിൻഡി ബ്യൂവിൽ നിന്ന് അയാൾ ഒറ്റയ്ക്ക് തന്നെ പുറത്തിറങ്ങി, ഉറച്ച കാൽവയ്പ്പുകളോടെ തന്നെ. ഏകാകികളും അസ്വസ്ഥരുമായ മനുഷ്യർ സാധാരണ ചെന്നിരിക്കാറുള്ള ജാർഡിൻ ആംഗ്ലേസിലാണ് അയാൾ ചെന്നു ചേർന്നത്. ഏതാണ്ട് അരമണിക്കൂറിലധികം അദ്ദേഹം അവിടെയിരുന്നു, വീണ്ടും വീണ്ടും മരണത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട്. അപ്പോഴേക്കും തടാകത്തിൽ ശരത്കാലത്തിൻ്റെ കോപാകുലമായ ഒരു കാറ്റ് വീശിയടിച്ചു തുടങ്ങി. ഭയന്നുപോയ അരയന്നങ്ങൾ കൊക്കിലുണ്ടായിരുന്ന അവസാന ഇലകളെയും ഭക്ഷിച്ച് പെട്ടെന്നു തന്നെ പറന്നുയർന്നു. പ്രസിഡന്റും എഴുന്നേറ്റ് നിന്നു. പൂക്കാരിയിൽ നിന്നും വാങ്ങുന്നതിനു പകരം പൂന്തോട്ടത്തിൽ നിന്നും ഒരു ഡെയ്സിപ്പൂവ് പറിച്ച് ബട്ടൺ ഹോളിൽ തിരുകി അദ്ദേഹം നടക്കാനൊരുങ്ങി. താങ്കൾ എന്താണ് കരുതിയത്? ഇത് ദൈവം താങ്കൾക്കായി വിടർത്തി നിർത്തിയതാണെന്നോ? ജാർദിൻ ആംഗ്ലേസിൻ്റെ പൊതു സ്വത്താണിത് എന്ന് പൂക്കാരി രോഷം കൊണ്ടതിനെ അദ്ദേഹം ചെവി കൊടുത്തില്ല. ഊന്നുവടിയുടെ അല്പം മുകളിലായി കൈപിടിച്ച്, ചിലപ്പോൾ അല്പം അസാധാരണമായി അതിനെ ഇരുവശങ്ങളിലേക്കും ചലിപ്പിച്ച് അയാൾ മുൻപോട്ട് നടന്നു. പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ട ആ ക്ഷോഭക്കാറ്റിൽ അസാധാരണമായി ഉയർന്നു പറന്ന പോണ്ട്മോണ്ട് ചത്വരത്തിലെ യൂറോപ്യൻ കോൺഫെഡറേഷൻ്റെ പതാകകൾ വീണ്ടും താഴ്ന്നെങ്കിലും അല്പസമയത്തിനുള്ളിൽ അവ വീണ്ടും ഉയർന്ന് സാധാരണ പോലെ പറന്നു തുടങ്ങി. പാർക്കിലെ ഫൗണ്ടെയിനും അസാധാരണമായ നിലയിൽ ഉയർന്ന ശേഷം വീണ്ടും താഴ്ന്ന് സാധാരണ ഉയരത്തിൽ പ്രവഹിച്ചു തുടങ്ങി. പ്രസിഡന്റിന് സാധാരണ താൻ ചെന്നിരിക്കാറുള്ള ഗാർഡൻ ചത്തുരത്തിലെ കെഫ്റ്റേരിയ പെട്ടെന്ന് കണ്ടുപിടിക്കാനായില്ല. അതിൻ്റെ കമാനത്തെ മൂടി നിൽക്കാറുള്ള ഹരിതാവരണം ഇപ്പോൾ അപ്രത്യക്ഷമായി കഴിഞ്ഞതുകൊണ്ടും സമീപത്തുള്ള പലതരം പൂക്കളാൽ അലങ്കൃതമായ ടെറസുകൾ പലതും അടഞ്ഞുകിടക്കുന്നതുകൊണ്ടും. എങ്കിലും നട്ടുച്ചയ്ക്കും എരിഞ്ഞു നിൽക്കാറുള്ള മെഴുകുതിരി വെളിച്ചവും ഉള്ളിൽ നിന്നും എപ്പോഴും ഉയർന്നു കേൾക്കാറുള്ള മൊസാട്ട് സംഗീതവും അയാളെ തികച്ചും അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കൊണ്ടെത്തിച്ചു. കൗണ്ടറിനടുത്തുണ്ടായിരുന്ന കസ്റ്റമേഴ്സ് റാക്കിൽ നിന്ന് അയാൾ അന്നത്തെ ന്യൂസ് പേപ്പർ എടുക്കുകയും മറ്റൊരു റാക്കിലേക്ക് തൻ്റെ തൊപ്പിയും ഊന്നുവടിയും നിക്ഷേപിക്കുകയും ചെയ്തു. എന്നിട്ട് ഒരു സുഖവായനയ്ക്കായി അദ്ദേഹം റെസ്റ്റോറൻറ്റിലെ ഇടത്തെ മൂലയിലെ ഏറ്റവും ഏകാന്തമായ ഒരു മേശയിലേക്ക് നീങ്ങി. ശരിക്കും ശരത്കാലം തുടങ്ങിയിരിക്കുന്നു, അയാൾ മുറുമുറുത്തു. പത്രത്തിലെ സാർവദേശീയ വാർത്തകൾക്കായുള്ള പേജിൽ അദ്ദേഹം യൂറോപ്യൻ പത്രങ്ങളിൽ അപൂർവമായി മാത്രം കാണാറുള്ള അമേരിക്കൻ വാർത്തകൾക്കായി പരതി. പിന്നെ ഏറ്റവും പുറകിലത്തെ പേജിൽ നിന്ന് തുടങ്ങി പത്രം മുൻപോട്ട് വായിച്ചു തുടങ്ങി, വെയിറ്റർമാർ അദ്ദേഹത്തിന് പതിവുള്ള ഏവിയൻ വാട്ടർ എത്തിക്കുന്നത് വരെ. ഡോക്ടർമാരുടെ ഉപദേശമനുസരിച്ച്
അദ്ദേഹം കഴിഞ്ഞ 30 വർഷമായി തൻ്റെ കാപ്പികുടി ശീലം ഉപേക്ഷിച്ചിരുന്നു. എന്നാൽ മരണം ഉറപ്പായി മുന്നിലെത്തിക്കഴിഞ്ഞാൽ താനത് പുനരാരംഭിക്കുമെന്ന് അന്നേ അയാൾ തീരുമാനിച്ചിരുന്നു. ഇപ്പോഴാകട്ടെ ആ സമയം എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്ന് എനിക്കൊരു കോഫി കൂടി. കൃത്യമായ ഫ്രഞ്ചിൽ അദ്ദേഹം ഓർഡർ നൽകി. മരിക്കാൻ പോകുന്നവരെയും എഴുന്നേൽപ്പിച്ചു നിർത്തുന്നത് എന്ന ഇറ്റാലിയൻ തമാശ കൂട്ടിച്ചേർക്കാൻ ഉള്ളിൽ തോന്നിയെങ്കിലും അദ്ദേഹം അത് പറഞ്ഞില്ല. ചെറു സിപ്പുകളായി കോഫി കുടിച്ചു തീർത്ത് കപ്പ് അയാൾ സോസറിൽ വെച്ചു. ദീർഘകാലമായി ഒഴിവാക്കി നിർത്തിയിരുന്ന കോഫിയുടെ രുചിക്ക് ശരിയായി പ്രവർത്തിക്കാൻ അനുമതി നൽകുന്നതുപോലെ കുറേ നേരം അദ്ദേഹം തൻ്റെ കസേരയിൽ ചാഞ്ഞിരുന്നു. തിരിച്ചു കിട്ടിയ കോഫിയുടെ രുചി കുറേ നേരത്തേക്ക് അദ്ദേഹത്തെ തൻ്റെ മരണചിന്തകളിൽ നിന്ന് മുക്തനാക്കുകയും ചെയ്തു. ഒരു നിമിഷം തൻ്റെ സഹജമായ അന്തർജ്ഞാനം കൊണ്ട് റെസ്റ്റോറൻറ്റിനുള്ളിൽ ആരോ ഒരാൾ തന്നെ സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയമാക്കുന്നുണ്ടെന്ന ഒരു തോന്നൽ അദ്ദേഹത്തിന് ഉള്ളിൽ വന്നു. അലസമായി പത്രം മറിച്ചുകൊണ്ട് തന്നെ ക്യാബിൻ ഗ്ലാസിന് മുകളിലൂടെ ഷേവ് ചെയ്തിട്ടില്ലാത്ത അല്പം ഇരുണ്ട മുഖവും സ്പോർട്സ് തൊപ്പിയും ചെമ്മരിയാടിൻ്റെ തൊലിയിലേതുപോലെ വരകളുമുള്ള ജാക്കറ്റും ധരിച്ച ആ മനുഷ്യനെ അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു. ഒരു നിമിഷാർത്ഥത്തിൽ അയാൾ നോട്ടം പിൻവലിച്ചതുകൊണ്ട് അവരുടെ കണ്ണുകൾ ഇടഞ്ഞില്ല. ഹോസ്പിറ്റൽ ലോബിയിൽ ഇടയ്ക്കിടെ മുഖാമുഖം കണ്ടിരുന്നതുകൊണ്ട് പ്രസിഡന്റിന് അയാളുടെ മുഖം പരിചിതമായിരുന്നു. ഒരിക്കൽ പ്രോമനേഡ് തടാകത്തിൽ താൻ അരയന്നങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ഒരു സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നത് കാണുകയും ചെയ്തു. എന്നാൽ താൻ നിരീക്ഷിക്കപ്പെടുന്നു എന്നല്ലാതെ തിരിച്ചറിയപ്പെടുന്നു എന്ന തോന്നൽ അന്നൊന്നും ഉള്ളിലെത്തിയിരുന്നില്ല. പ്രവാസിത്വത്തിലെ എണ്ണമറ്റ യാദൃച്ഛികമായ അസ്വാരസ്യങ്ങളിലൊന്നായി അതിനെ കരുതുക മാത്രം ചെയ്തു. ഓർക്കസ്ട്രയിലെ ബൊഹീമിയൻ സംഗീതത്തിൻ്റെ അലകളിൽ ശ്രദ്ധിച്ചു കിടന്ന് ഇടവേളകളിട്ട് അദ്ദേഹം പത്രം വായിച്ചു തീർത്തു. പിന്നെ സംഗീതത്തിൻ്റെ നിശബ്ദ സാന്ത്വനത്തെയും മറികടന്ന് വേദന അധികരിക്കുന്നു എന്ന് തോന്നിയതുകൊണ്ട് വെസ്റ്റിൻ്റെ പോക്കറ്റിൽ നിക്ഷേപിച്ചിരുന്ന സ്വർണ്ണ ഘടികാരം പുറത്തെടുത്ത് സമയം നോക്കി. പിന്നെ ജലത്തിൻ്റെ അവസാന തുള്ളികൾക്കൊപ്പം മധ്യാഹ്നത്തിലെ പതിവ് ട്രാൻക്യുലൈസറുകളിൽ ഒന്നെടുത്ത് വായിലിട്ടു. വെയിറ്റർ വന്ന് ഗ്ലാസുകൾ എടുത്തു പോയതോടെ ഏതോ കാപ്പിപ്പാടങ്ങളിൽ എവിടെയോ കിടന്നുള്ള ഒരന്ത്യത്തെക്കുറിച്ച് ഇടയ്ക്കിടെ ഉള്ളിൽ കടന്നു വരാറുള്ള ഒരവ്യക്ത ചിത്രം വീണ്ടും അദ്ദേഹത്തിൻ്റെ ബോധമനസ്സിലേക്കെത്തി. ആകെ ഒരു അസ്വസ്ഥത. പിന്നെ ബിൽ പേ ചെയ്ത് ബിൽ പാഡിൽ മിസേഴ്സ് ടിപ്പ് വെച്ച് റാക്കിൽ നിന്ന് ഊന്നുവടിയും തൊപ്പിയും എടുത്ത് തന്നെ നിരീക്ഷിച്ചിരുന്ന ആ മനുഷ്യനെ അയാളുടെ അലക്ഷ്യതയിലേക്കു തന്നെ മേയാൻ വിട്ട് അയാൾ തെരുവിലിറങ്ങി അലക്ഷ്യമായി നടന്നു തുടങ്ങി.